നമസ്കാരം. ദിവ്യൻ അനുഗ്രഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിനം. ശക്തിയുടെ മേൽ ദേവശക്തിയുടെ വിജയം വരിച്ചതിൻ്റെ ഓർമ്മ ദിനമായാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത കൊല്ലം മുഴുവൻ നിലനിൽക്കും എന്നാണ് വിശ്വാസം. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ നൽകുന്നത് സ്വർണം, വെള്ളി എന്നിവ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. സാധാരണയായി പ്രായമായവർ, പ്രായത്തിൽ കുറവുള്ളവർക്കാണ് കൈനീട്ടം നൽകുന്നത്. എങ്ങനെ ഒരുക്കുന്നത് നോക്കാം. തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വെക്കുക. ഇല്ലാത്തവർ ഫോട്ടോ ആയാലും വെക്കാവുന്നതാണ്. പാന ഒരിക്കലും നിലത്ത് വെക്കരുത്. ഒരു തുണി വിരിച്ച് വെക്കുക. അതായി ഒരു ഓട്ടുരുളി എടുക്കുക. ഉരുളി ഇല്ലെങ്കിൽ സ്റ്റീൽ തട്ടായാലും കുഴപ്പമില്ല. എഗ്ഗ്, പുഴുക്കലരിയും നെല്ലും ചേർത്ത് വെക്കുക. അരിയിൽ ഇല്ലാത്തവർ പച്ചരിയായാലും കുഴപ്പമില്ല. അതായി കണിവെള്ളരിക്ക വെക്കാവുന്നതാണ്. കണിവെള്ളരിക്ക വിഷുക്കണിയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന വെജിറ്റബിളാണ്. അടുത്തത് കദളിപ്പഴമാണ്. കദളിപ്പഴം ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. പഴം ഇല്ലാത്തവർ പൂവമ്പഴമായാലും കുഴപ്പമില്ല. ഒരിക്കലും ചിക്കി വെക്കാൻ പാടുള്ളതല്ല. അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറെ ഇഷ്ടമുള്ള മാങ്ങ വെക്കാവുന്നതാണ്. മാങ്ങ ലഭിക്കാത്തവർ പച്ചമാങ്ങയാലും കുഴപ്പമില്ല, അതും ഉപയോഗിക്കാവുന്നതാണ്. അത് തേങ്ങ 2ആയി മുറിച്ച് ഉരുളിയിൽ വെക്കാവുന്നതാണ്. ഉള്ളിൽ തേങ്ങ മുഴുവൻ തേങ്ങയായി വെക്കുന്നതാണ്. വാൽക്കണ്ണാടിയോടെ വെക്കുക. വാൽക്കണ്ണാടി വെക്കുന്നത് സ്വന്തം മുഖം കണി കാണുന്നതിന് വേണ്ടിയാണ് വെക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളത് അതെല്ലാം വെക്കാവുന്നതാണ്. ഇവിടെയാണ് ദേവിയുടെ പ്രതീകമായാണ് വെക്കുന്നത്. ഇവിടെ പിറകിലായി തിരുവിഴാട വെക്കുന്നു. തിരുവിഴാട സമ്പൽ സമൃദ്ധി കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അടുത്തതായി 5 തരം ധാന്യങ്ങളാണ് വെക്കുന്നത്. ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. അതുകൊണ്ട് ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. അതിവിടെ വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ സമീപത്തായി വിളക്ക് വെക്കുക. കോടി വസ്ത്രം ഇല്ലെങ്കിൽ അലക്കിയ വസ്ത്രമായാലും മതി. കോടി വസ്ത്രത്തിന് മുകളിലായി സ്വർണം, വെള്ളി എന്നിവ വെക്കാവുന്നതാണ്. നാഴിയിൽ അരി വെക്കുക. ഈ വസ്ത്രത്തിന് മുകളിലായി പൈസ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ തേങ്ങാമുറിയിലും വെക്കാവുന്നതാണ്. ഇല, അടക്ക എന്നിവ വെക്കേണ്ടതാണ്. ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് മഞ്ചാടിക്കൽ. വസ്ത്രത്തിന് സമീപമായി വെറ്റില, അടക്ക എന്നിവ വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ കിണ്ടിയിൽ വെള്ളം വെക്കുക. വിഷുദിനം ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കാണുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുമെന്നാണ് പഴമൊഴി. ഫ്രൂട്ട്സ് പോലെ തന്നെ മറ്റ് വെജിറ്റബിളും ഇവിടെ വെക്കാവുന്നതാണ്. കണി വെക്കുമ്പോൾ ഒഴിവാക്കേണ്ട ഒരു വെജിറ്റബിളാണ് കുമ്പളങ്ങ. പൊതുവെ കുമ്പളങ്ങ ശ്രാദ്ധം അതുപോലെ തന്നെ ദൃഷ്ടിദോഷത്തിനും മറ്റും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. കുളിച്ച് ശുദ്ധിയായാണ് വിഷുവിന് വിളക്ക് തെളിയിക്കേണ്ടത്. കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനമാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത്. ഒരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിലും കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥന്മാരാണ്. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന. മലയാള മാസം മേടം 1-നാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത കൊല്ലക്കാലം വരെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിന് തലേന്ന് തന്നെ വീട് വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്നത് രാവണവധനത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അറിയുന്നത്. കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം, രാക്ഷസ രാജാവ് രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്.
രാവണൻ്റെ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് രാവണന് ഇഷ്ടമല്ല എന്നും പിന്നീട് രാവണവധത്തോടു കൂടി നേരെ ഉദിച്ചു എന്നാണ് അറിയുന്നത്. വിശ്വാസത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നും മറ്റൊരു ഐതിഹ്യമാണ്. കനി എന്ന മലയാളം വാക്കിൻ്റെ അർത്ഥം ആദ്യം കാണുക എന്നാണ്. അതിനാൽ വിഷുക്കണി എന്നാൽ വിഷുനാളിൽ ആദ്യം കാണുന്നത് എന്നാണ്. ഒരാളുടെ ഭാവി ഒരാൾ അനുഭവിക്കുന്നതിൻ്റെ പ്രവർത്തനമാണ്. വിഷുവിന് ആദ്യം മംഗളകരമായ സന്തോഷകരമായ കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകൾ.